എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ബഹുമാനവും ഒക്കെ ആദ്യമേ തന്നെ പറയുകയാണ്. ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരാളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വോട്ടിംഗ് ആണ്. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച, കൂട്ടായ്മകളിൽ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയുക എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതൊന്നും എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നൊക്കെ കേൾക്കുമ്പോൾ, എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകളെ എനിക്ക് അവരുടെ വോയിസൊക്കെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ശരിക്കും ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത, അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയും അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പുമായ നമ്മുടെ അനീഷ് ഏട്ടന്റെ ഒരു നന്ദി പറച്ചിലോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. വളരെ സവിനയം അദ്ദേഹം എല്ലാവരോടും, നമ്മളടക്കമുള്ള എല്ലാ പ്രേക്ഷകരോടും അതുപോലെ തന്നെ വോട്ട് ചെയ്തവരോടും അദ്ദേഹത്തിനായി പ്രവർത്തിച്ചവരോടും അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തവരോടും എല്ലാവരോടും നല്ല വിനയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അതിനേക്കാൾ സന്തോഷകരമായ, ഏറെ നിങ്ങൾക്കും സന്തോഷം പകരുന്ന ഒരു വാർത്ത നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ പറയാനുണ്ട്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഹൈപ്പ് കൂടി നൽകിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. സന്തോഷകരമായ വാർത്ത എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നമ്മുടെ അനീഷ് ഏട്ടന് PR ബേബി അല്ലെങ്കിൽ PR മോൾ വാങ്ങിയ 42 ലക്ഷത്തിനേക്കാൾ 2 ഇരട്ടി വില വരുന്ന, ഏകദേശം 1 കോടിയോളം വില വരുന്ന ഒരു ഫ്ലാറ്റ് നമ്മുടെ അനീഷ് ഏട്ടന് ദുബായിൽ വീടായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുബായ് പ്രോപ്പർട്ടി ബിസിനസ് കൺസൾട്ടന്റായ PA മുഹമ്മദ് അസറുദ്ദീൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇത്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ മൈജി അദ്ദേഹത്തിന് വീട്ടുപകരണങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നു. ആ വീട്ടുപകരണങ്ങൾ എല്ലാം തന്നെ എത്തുന്നത് നമ്മുടെ കേരളത്തിലേക്കല്ല, ദുബായിലുള്ള അദ്ദേഹത്തിന്റെ പുതിയ ഫ്ലാറ്റിലേക്കാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ എല്ലാ കഠിനാധ്വാനവും ദൈവം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ഞാൻ നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞിരുന്നു, ആകാശത്തിലുള്ള പൂർണ്ണചന്ദ്രനെ പോലെ നമ്മുടെ അനീഷ് ഏട്ടൻ ജലിച്ചു കൊണ്ടേയിരിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നിഷ്കളങ്കമായി തന്നെയാണ് ബിഗ് ബോസിനകത്ത് കളിച്ചത്. അതുപോലെ തന്നെ നിഷ്കളങ്കമായി അദ്ദേഹത്തിന്റെ ആ കളിയുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും വികാരം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ PA മുഹമ്മദ് അസറുദ്ദീൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വളരെ സന്തോഷം തോന്നിയ വാർത്തകളാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളെ മനസ്സിലുള്ളതിനെ പോലെ തന്നെ എൻ്റെ മനസ്സിലും ബിഗ് ബോസ് വിന്നറായി ഞാൻ കാണുന്നത് ഈ അനീഷിനെ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ബിഗ് ബോസ് 7 വിന്നറായിട്ട് ഞാൻ അംഗീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബിഗ് ബോസിനകത്ത് സംഭവിച്ചത്. അതുപോലെ തന്നെ മൈജിയുടെ നമ്മുടെ ഷാജി ഏട്ടൻ എന്ന് പറഞ്ഞ വാർത്തയും അങ്ങനെ തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെ അനീഷ് ഏട്ടൻ ജയിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഉള്ളിൽ നടന്ന കള്ളക്കളികളുടെയും എല്ലാത്തിനെയും ഒരു കോലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം അനീഷ് ഏട്ടനെ കൈവിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അനുമോൾക്ക് കിട്ടിയ 42.5 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഒരു കാറിനെക്കാട്ടിലും മൂല്യമുള്ള 1 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റും അതുപോലെ തന്നെ 10 വർഷം കാലാവധിയുടെ ഒരു ഗോൾഡൻ വിസയും അദ്ദേഹത്തിന് ദുബായിൽ ഒരുങ്ങുകയാണ് എന്നുള്ള സന്തോഷകരമായ വാർത്ത തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി. കാരണം
അർഹിക്കുന്ന ഒരു മനുഷ്യന് ആ ഒരു അംഗീകാരം കിട്ടാതെ പോകുമ്പോഴുള്ള ഒരു വിഷമമാണ്. അല്ലാതെ അനീഷ് ചേട്ടനെ പേഴ്സണലായിട്ട് നമ്മൾക്കറിയുകയില്ല. ഈ ബിഗ് ബോസിൻ്റെ ഏതാനും എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അനീഷ് ചേട്ടനെ മനസ്സിലാക്കാൻ ഞാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു ജെന്യുവാലിറ്റി, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഒരു മനുഷ്യനെ പോലെ അദ്ദേഹത്തെ തോന്നാൻ വേണ്ടി തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടവും അതുപോലെ തന്നെ അദ്ദേഹം വിജയിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹവും നമുക്ക് തോന്നിയത്. പക്ഷേ അതങ്ങനെ നീണ്ട് ബിഗ് ബോസ് തീരുന്ന അവസ്ഥ വരെ എത്തിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ശരിക്കും അതിൻ്റെ അകത്ത് ജീവിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള എല്ലാവരും അനുമോൾ അടക്കമുള്ള മത്സരാർത്ഥികൾ പക്ക ഫേക്കാണ്. കാരണം പച്ച നുണയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം പറയുന്ന 1 ലക്ഷം കൊടുത്തു, 2 പ്രാവശ്യം പറയുന്നു 15 കൊടുത്തു, 16 കൊടുത്തു, വളരെ മാറ്റി പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഒരു പക്ഷത്തിൽ പോലും പറഞ്ഞ കാര്യത്തിൽ വീണ പോലും പുറകോട്ട് പോകാൻ നമ്മൾ അനീഷേട്ടൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിജയിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അനീഷേട്ടന് 1 കോടിയുടെ ഫ്ലാറ്റും അതുപോലെ തന്നെ 10 വർഷം കാലാവധിയുടെ ഒരു ഗോൾഡൻ വിസയും ദുബായിലേക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ അനുമോൾ കപ്പടിച്ചതിന് ശേഷം നമ്മുടെ ശൈത്യയും അതുപോലെ തന്നെ ബിൻസിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനെതിരെ നമ്മുടെ അഖിൽ മാരാർ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. ഞാനാണ് അനുമോൾക്ക് കപ്പ് നേടിക്കൊടുത്തത് എന്ന രീതിയിൽ വരെ പറയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ അഡ്വക്കേറ്റായ നമ്മുടെ ശൈത്യ ഇപ്പോൾ അവർക്കെല്ലാമുള്ള ഒരു മറുപടി PR വർക്ക് ചെയ്ത വിനുവിനും അതുപോലെ തന്നെ അഖിൽ മാരാർക്കും അതുപോലെ തന്നെ അവരുടെ PR പണിയെടുക്കുന്ന ടീംസിനുള്ള മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ബിഗ് ബോസ് സീസൺ 7ന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനു സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനു സാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയില് കൂട്ടുനിന്ന, അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാര് പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താഴെ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സന്തോഷം തോന്നിയ ഒരു മറുപടിയാണ്. എന്തൊക്കെയായാലും എല്ലാ കാര്യത്തിലും നമ്മൾ ശൈത്യയെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അവർ പറഞ്ഞ ഒരു മറുപടി, മാരാർ കൊട്ടിയാൽ പേടിക്കുന്ന മാക്രികളെ മാരാർ കണ്ടിട്ടുള്ളൂ, അഡ്വക്കേറ്റ് ശൈത്യ പേടിക്കില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സന്തോഷം തോന്നിയ ഒരു വാർത്ത. അതുപോലെ തന്നെ PR വിനുവിനും അദ്ദേഹത്തിന്റെ PR വർക്ക് നടത്തുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. സ്വന്തം അച്ഛന്റെ കയ്യിൽ അവരറിയാതെ 1.5 ലക്ഷം രൂപ എണ്ണി വാങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താണ് PR വിനു ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചൊരു റീ എൻട്രി നടത്തി ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ ശൈത്യ 10 മടങ്ങ് ശക്തിയിൽ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു. അതാണ് പറഞ്ഞത്, 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷത്തിന്റെ പണി PR വിനുവിനെ കൊണ്ട് പുറത്ത് പണിയെടുപ്പിക്കാൻ നമ്മുടെ ശൈത്യക്ക് സാധിച്ചു. വളരെ സത്യമായ ഒരു കാര്യമാണ്. ആ സമയത്തിലാണ് അണിവിടെ എല്ലാം പൊടിഞ്ഞ് താഴെ പോയ സമയത്ത് PR വർക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വിധത്തിൽ അവരെ തിരിച്ച് ബിഗ് ബോസിനകത്തേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അത്രമാനം വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ PR വിനു കഠിനാധ്വാനം ചെയ്തു എന്ന് തന്നെയാണ് ശൈത്യ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അവരുടെ ഫാമിലിക്കും
അവർക്കും ബിഗ് ബോസിനകത്ത് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങൾ പുറത്തു വന്ന് പറഞ്ഞതിനും അതുപോലെ തന്നെ നമ്മുടെ അനുവിൻ്റെ PR ടീമും അതുപോലെ തന്നെ ആർമി ടീമും എല്ലാവരും കൂടി ശൈത്യ അതിരൂക്ഷപരമായ രീതിയിൽ ആക്രമിക്കുന്നതും നമ്മൾ കണ്ടു. അതിനെല്ലാമുള്ള ഒരു രസകരമായ രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് ശൈത്യ ഇപ്പോൾ വന്നതിന്. മാരാരുടെ തട്ട് താണിരിക്കുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തൊപ്പിയോട് മുട്ടിയപ്പോൾ തോറ്റുപോയി, തുന്നം പാടിപ്പോയി. തീർച്ചയായിട്ടും അതും സത്യമായ ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് അനീഷിന് വേണ്ടി 1,00,000 വോട്ടിൻ്റെ മുകളിൽ പിടിക്കാൻ നമ്മുടെ തൊപ്പിക്ക് സാധിച്ചു. പക്ഷേ തൊപ്പി എന്നെ പറയുന്നുണ്ട് ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. കാരണം അനീഷേട്ടന് വേണ്ടി വോട്ട് പിടിക്കാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പെങ്കിലും ഞാൻ ഇറങ്ങേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ വിജയം അനീഷേട്ടന് ഒപ്പമായിരിക്കുന്നു. അവസാനത്തെ ഒരു ദിവസം മുമ്പ് മാത്രമാണ് തൊപ്പി ഈ ഒരു കാര്യം ഏറ്റെടുത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയ ഒരു പിഴവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ദൈവം കണ്ടു. ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അനീഷിന് തീർച്ചയായിട്ടും കപ്പിനേക്കാൾ വലിയ മൂല്യമുള്ള 1 കോടിയുടെ ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജന്മനാട്ടിലും കേരളത്തിലുടനീളവും അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ അനീഷ് ചേട്ടൻ കുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും അനീഷ് ചേട്ടൻ തളരുകയില്ല. ഭാവി വാഗ്ദാനമാണ്, ജെന്യൂനിറ്റിയാണ്, അതുപോലെ തന്നെ ഒരു നാടിൻ്റെ രോമാഞ്ചമാണ് നമ്മുടെ അനീഷ് ചേട്ടൻ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ബി ഉമ്മയെ പോലുള്ള ഒരുപാട് നിഷ്പക്ഷരായ പ്രേക്ഷകർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർക്കെല്ലാം സന്തോഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു നിമിഷം തന്നെയാണിത്. അവസാനമായി അനീഷേട്ടൻ പറയുന്നുണ്ട് കപ്പ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ള എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് അനീഷേട്ടൻ്റെ ഒരു മറുപടിയോട് കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിൽ വിന്നർ ആവും എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടായിരുന്നു. ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു.